റെന്റ് പേ ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഹൗസ് അലവൻസ് എന്നുള്ള പേരിൽ ITRൽ നിന്നൊരു ഡിഡക്ഷൻ ക്ലെയിം ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ? കഴിഞ്ഞ 2023-24 അസസ്മെന്റ് ഇയറിൽ ഒത്തിരി റെന്റ് പേ ചെയ്യുന്ന ITR ഫയൽ ചെയ്ത ആൾക്കാർക്ക് വന്നൊരു നോട്ടീസ് ഉണ്ടായിരുന്നു. സംഭവം ഇത്രയേ ഉള്ളൂ, 50,000 രൂപയ്ക്ക് മുകളിൽ റെന്റ് പേ ചെയ്യുന്ന ഒരാളാണ് നമ്മൾ എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലാൻഡ് ലോഡിന് റെന്റ് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നും 2% TDS കട്ട് ചെയ്തതിന് ശേഷമുള്ള എമൗണ്ട് മാത്രമേ റെന്റായി പേ ചെയ്യാൻ പാടുള്ളൂ. കാരണം ഈ ഒരു 50,000 എബോ റെന്റ് പേ ചെയ്യുന്ന കേസിൽ അവിടെ ഡിഫോൾട്ട് ടാക്സ് പെയർ എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്, അതായത് ടെനന്റ് തന്നെയാണ്. സോ അവിടെ ടാക്സ് പേ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തേണ്ടതും നമ്മുടെ ബാധ്യതയാണ്. അതല്ല, നമ്മുടെ ലാൻഡ് ലോഡ് കൃത്യമായി ITR ഫയൽ ചെയ്യുകയും അവരുടെ ITRന്റെ ഉള്ളിൽ ഈ റെന്റൽ ഇൻകം കൃത്യമായി കാണിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂ വരുന്നില്ല. അല്ലാത്ത പക്ഷം നമുക്കെതിരെ പെനാൽറ്റീസ് വരാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. സോ നിങ്ങൾ റെന്റ് പേ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ റെന്റ് ഡിഡക്ഷൻ എടുക്കുന്ന ഒരാളാണ്, നിങ്ങൾ റെന്റൽ ഇൻകം 50,000 മുകളിലാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി സൂക്ഷിക്കുക.